ഇന്നത്തെ വീഡിയോ നമുക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്നൊരു വീഡിയോ ആണ്. കാരണം വളരെ കുറച്ച് വളം കൊണ്ട് നമ്മൾ കൂടുതൽ ചെടികൾക്ക് എങ്ങനെയാണ് വളം പ്രയോഗിക്കുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ ഈ ജൈവ വളങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് വളരെ കുറഞ്ഞ അളവിലേക്ക് ലഭ്യമാകത്തുള്ളൂ, പ്രത്യേകിച്ചും ചാണകപ്പൊടി പോലെയുള്ള വളങ്ങൾ. അപ്പോൾ ഈ ചാണകപ്പൊടി നമ്മൾ കൂടുതൽ ചെടികൾക്ക് എങ്ങനെയാണ് കുറച്ച് വളം പ്രയോഗിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് കുറച്ച് ഉണങ്ങിയ ചാണകമാണ് വേണ്ടത്. ഇതുപോലെ കുറച്ച് ഉണങ്ങിയ ചാണകപ്പൊടി എടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളവും എടുക്കുക. അപ്പോൾ ഇതുപോലെ നമ്മൾ ഒരു അടപ്പുള്ള പാത്രത്തിൽ വേണം കുറച്ച് വെള്ളം എടുക്കാൻ. അതിനുശേഷം നമുക്ക് ഈ ഉണങ്ങിയ ചാണകപ്പൊടി ഇതിലേക്ക്, ശരിക്കും പറഞ്ഞാൽ ഇത് നല്ലതായിട്ട് പൊടിഞ്ഞതല്ല, ചെറിയ കട്ടയായിട്ടിരിക്കുകയാണ്. ഇത് തണലത്ത് കിടന്ന് ഉണങ്ങിയതാണ്. അപ്പോൾ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ വെള്ളത്തിലേക്ക് ഇടുന്ന സമയത്ത് അത് നന്നായിട്ടങ്ങ് പൊടിഞ്ഞ് അതിനോട് ചേർന്നോളും, വെള്ളത്തിൽ അലിഞ്ഞ് ചേർന്നോളും. അപ്പോൾ ഇതുപോലെ നമ്മൾ ഈ വെള്ളത്തിൽ ഞാൻ ചേർത്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്ത് അല്ലെങ്കിൽ ഒരു ചെറിയൊരു വടി കൊണ്ട് വല്ലതും ഒന്ന് ഇളക്കി ഇത് നന്നായിട്ടൊന്ന് കലക്കി ഈ കുപ്പി അടച്ചു വെക്കാം. അതിനുശേഷം നമുക്ക് ഒരു ദിവസം ഈ കുപ്പി വെച്ചിരിക്കണം. ഇതേപോലെ തന്നെ ഈ വെള്ളത്തിലേക്ക് ഇതിൻ്റെ സത്തെല്ലാം ഇറങ്ങും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് വെയിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഒരു 24 മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് നല്ലൊരു ലിക്വിഡ് ഫെർട്ടിലൈസർ ഇതിൽ റെഡിയാവും. അപ്പോൾ ആ ലിക്വിഡ് ഫെർട്ടിലൈസറാണ് നമ്മൾ ചെടികൾക്ക് പ്രയോഗിക്കുന്നത്. അതിനുശേഷവും നമ്മൾ വീണ്ടും ഈ പ്രോസസ്സ് തുടരും. അപ്പോൾ അതെങ്ങനെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വിശദമായിട്ട് പറയാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ ഇതേപോലെ വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഒരു 24 മണിക്കൂറിന് ശേഷം ഇതിൻ്റെ ലിക്വിഡ് നമുക്ക് വേർതിരിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇതിൻ്റെ ലിക്വിഡ് മാറ്റി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ചെടികൾക്കത് പ്രയോഗിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ചെടികൾക്ക് പ്രയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെയധികം മാറ്റം കാണാൻ പറ്റും. നമ്മൾ ചാണകപ്പൊടിയായിട്ട് ഇട്ട് കൊടുക്കുന്നതിൻ്റെ 10 ഇരട്ടി വേഗതയിൽ നമ്മുടെ ചെടികൾ വളർന്നു വരും. അപ്പോൾ പച്ചച്ചാണകം ഉപയോഗിക്കുന്ന യാതൊരു പ്രശ്നങ്ങളും നമ്മുടെ ചെടികൾക്ക് വരത്തില്ല. പച്ചച്ചാണകം ഉപയോഗിച്ച് കഴിഞ്ഞാൽ മിക്കപ്പോഴും ഫംഗസും അതുപോലെ തന്നെ ചീയലും ഒക്കെ വരും. അതല്ലെങ്കിൽ ചൂട് കൂടിയിട്ട് ചെടികൾ കരിഞ്ഞു പോകും. പക്ഷെ നമ്മൾ ഇതുപോലെ തയ്യാറാക്കി ചെടികൾക്ക് നൽകുന്ന ലിക്വിഡ് ഒരു തരത്തിലുള്ള ഫംഗസ് രോഗങ്ങളോ ചീയലോ അതല്ലെങ്കിൽ ചൂട് കൂടിയിട്ട് ചെടികൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല. നമ്മുടെ ചെടികൾക്ക് നല്ല ഗ്രോത്ത് ഉണ്ടാകും. അതുപോലെ പൂക്കളുണ്ടാകാൻ വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ലൊരു വളമാണിത്. അപ്പോൾ ഇനി നമ്മൾ വേണ്ടത് ഈ കുപ്പിയിൽ വീണ്ടും ഇതേപോലെ തന്നെ വെള്ളം റീപ്ലേസ് ചെയ്യണം. അപ്പോൾ ഈ വളത്തിൽ ഒരുപാട് സത്തുണ്ട്, അതിൻ്റെ കുറച്ച് മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ വീണ്ടും വെള്ളം ഒഴിച്ചിട്ട് ഈ കുപ്പി അടച്ചു വെക്കുകയാണ്. അപ്പോൾ നമുക്ക് ഓരോ ആഴ്ചയിൽ നമുക്കിത് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ആഴ്ച നമ്മൾ ഒഴിച്ചു കഴിഞ്ഞു. ഇത് എത്ര ദിവസം വേണമെങ്കിലും ഇങ്ങനെ ഇരിക്കും. നമുക്ക് പിറ്റേന്ന് മറ്റൊരു ചെടിയിലേക്ക് ഈ വളം പ്രയോഗിക്കാം. ഇപ്പോൾ ഇന്ന് കൊടുത്ത ചെടിയിൽ നമുക്ക് ഈ ലിക്വിഡ് ഉപയോഗിക്കേണ്ട, നാളെ മറ്റൊരു ചെടിയിൽ നമുക്ക് ഈ ലിക്വിഡ് ഉപയോഗിക്കാം. ഇങ്ങനെ നമുക്ക് കുറേ ദിവസങ്ങൾ ഈ വളം ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതേ രീതിയിൽ എടുത്ത വെള്ളം വീണ്ടും നമ്മൾ ഡൈല്യൂട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഞാൻ ഈ കുപ്പിയിൽ നിന്ന് ഇപ്പം ആദ്യ പ്രാവശ്യം എടുത്ത വെള്ളം മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു. ഇതിൻ്റോട് കൂടി ഇതേ കുപ്പിയിൽ തന്നെ നമ്മൾ എടുത്ത പാത്രത്തിന് 2 ഇരട്ടി വെള്ളം കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ 2 ഇരട്ടി വെള്ളം ആദ്യമൊക്കെ എടുക്കുന്ന ആ ഒരു ചാണകത്തെളിയിൽ നമ്മൾ 2 ഇരട്ടി വെള്ളം ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾ കഴിയുന്നതിന് അതിൻ്റെ ആ ഒരു ഡൈല്യൂട്ട് ചെയ്യുന്ന തോത് കുറയ്ക്കാം. ഇരട്ടി വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് കൃത്യമായ അളവിലുള്ള ഇപ്പോൾ ഉണക്ക ചാണകം ആയതുകൊണ്ടാണ് നമ്മളിപ്പോൾ 2 ഇരട്ടി വെള്ളം ചേർക്കുന്നത്. അപ്പോൾ പച്ച ചാണകമൊക്കെ ആണെങ്കിൽ നമ്മൾ 10 ഇരട്ടി വെള്ളം തന്നെ ചേർത്ത് ചെടികളിൽ പ്രയോഗിക്കണം. അപ്പോൾ നമ്മൾ വെള്ളം ചേർക്കുമ്പോൾ ഈ ഒരു നിറത്തിൽ കിട്ടും. ഇതാണ് നമ്മൾ ചെടികളിലേക്ക് പ്രയോഗിക്കുന്നത്. അല്ലാതെ നമ്മൾ ആ എടുത്ത ലിക്വിഡ് തന്നെ പ്രയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ കുറച്ചേ കാണത്തുള്ളൂ. നമുക്ക് എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും ഉണ്ടാക്കാം. ഉണങ്ങിയ ചാണകം ആയതുകൊണ്ട് തന്നെ ഇതിന് യാതൊരുവിധ സ്മെല്ലും ഉണ്ടാകത്തില്ല. ഇപ്പോൾ കുറേ ദിവസങ്ങൾ നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതിന് സ്മെല്ലൊന്നും ഉണ്ടാകത്തില്ല. ഇപ്പോൾ ഈ ചൈനീസ് ബോൾസം പോലുള്ള ചെടികൾ, റോസ്, എല്ലാത്തരം പൂക്കുന്ന ചെടികൾക്കും നമുക്കിത് പ്രയോഗിക്കാവുന്നതാണ്. ഇനി നമ്മൾ ഈ ലിക്വിഡ് ഓർക്കിഡിനൊക്കെയാണ് പ്രയോഗിക്കുന്നതെങ്കിൽ നമ്മൾ അരിച്ചതിന് ശേഷം അതിൻ്റെ ആ ഒരു ലിക്വിഡ് മാത്രമായിട്ട് വേണം സ്പ്രേ ചെയ്ത് കൊടുക്കാൻ. ഒരിക്കലും നമ്മൾ ഈ കരടൊന്നും കൊണ്ടുവന്നിട്ട് ഓർക്കിഡിൻ്റെ ഇലകളിലേക്ക് തളിച്ചു കൊടുക്കരുത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ചെടിയിൽ പൂക്കളും മുട്ടുകളും ഒക്കെ ഉണ്ടായി കിട്ടും. അതുപോലെ തന്നെ മഴക്കാലത്തൊക്കെയും നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ നമ്മൾ മഴയത്ത് റെഗുലറായിട്ട് വെച്ചിരിക്കുന്ന ചെടികളുടെ ചുവട്ടിൽ ഇത്തരത്തിൽ ലിക്വിഡ് ഒഴിക്കേണ്ട കാര്യമില്ല. കാരണം മഴ പെയ്യുമ്പോൾ ഒരുപാട് വെള്ളം അതിൻ്റെ ചുവട്ടിൽ വീണ്ടും വീഴും. അപ്പോൾ ഈ വളത്തിൻ്റെ ആ ഒരു അംശം മണ്ണിൽ നിന്ന് അപ്രത്യക്ഷമാകും.
അപ്പോൾ നമ്മൾ മഴ ഒഴിഞ്ഞു നിൽക്കുന്ന സമയത്തൊക്കെയാണ് ഇത്തരത്തിലുള്ള വളങ്ങൾ കൂടുതലായിട്ടും പ്രയോഗിക്കേണ്ടത്. പ്രത്യേകിച്ച് മഴക്കാലത്ത് ചെടിയുടെ ഗ്രോത്ത് കുറവായിരിക്കും. സൂര്യപ്രകാശം ഉണ്ടെങ്കിൽ മാത്രമേ ചെടിയിൽ പുതിയതായിട്ട് തളിർപ്പുകളും പൂക്കളും ഒക്കെ വരത്തുള്ളൂ. അപ്പോൾ നമ്മൾ സൂര്യപ്രകാശമൊക്കെ വന്നു തുടങ്ങുന്ന സമയത്ത് വേണം വളപ്രയോഗവും ചെയ്തു കൊടുക്കാൻ. അപ്പോൾ ഇത് മറ്റൊരു ചൈനീസ് ബോൾസമാണ്. ഇത് നട്ടിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൂ, പൂക്കാനായിട്ട് തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പോൾ പൂക്കൾ വന്നു തുടങ്ങി. അപ്പോൾ ഇത്തരം ചെടികളിലൊക്കെ നമുക്ക് ഈ ലിക്വിഡ് ഫെർട്ടിലൈസർ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ധാരാളം പൂക്കൾ വരും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതുപോലെയുള്ള ചൈനീസ് ബോൾസൊക്കെ നമുക്ക് പിടിപ്പിച്ചെടുക്കാൻ വളരെ എളുപ്പമാണ്. അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ പൂക്കൾ ഒരുപാട് കിട്ടുന്ന ഒരു ചെടിയാണ് ഈ ചൈനീസ് ബോൾസം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ തണ്ടുകൾ പ്രൊപ്പഗേറ്റ് ചെയ്ത് എപ്പോഴും നിർത്താനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകത്തില്ല. അപ്പോൾ എനിക്ക് കഴിഞ്ഞ മഴക്കാലത്ത് എൻ്റെ കയ്യിൽ 11 ഇനം ചൈനീസ് ബോൾസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് 3 എണ്ണത്തിലേക്ക് ചുരുങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതിനൊക്കെ കുറച്ച് താമസമൊക്കെ കാണിച്ചു. അന്നേരം ശരിക്കും പറഞ്ഞാൽ പലവിധ കാരണങ്ങൾ കാരണം നമ്മളതിനെ നിർത്താനായിട്ട് സാധിച്ചില്ല. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പെട്ടെന്ന് തന്നെ അതങ്ങ് നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ ഈ ചൈനീസ് ബോൾസം വേറൊരു വെറൈറ്റിയാണ്. വളരെ ഭംഗിയുള്ള പൂക്കളാണ് ഇതിന്. അപ്പോൾ ഇതിന് പൂക്കൾ വരാറായിട്ടില്ല. നട്ടു കൊടുത്തിട്ട് ഇപ്പോൾ 2 ആഴ്ച കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതിൽ ധാരാളം ശാഖകൾ വരുന്നുണ്ട്. അപ്പോൾ അതിലെല്ലാം നിറയെ പൂക്കൾ വരും. കൂടുതലായിട്ട് ശാഖകളൊക്കെ വരുന്നതിന് നമ്മൾ ഈ കൊടുക്കുന്ന വളം വളരെയധികം സഹായിക്കും. അതുപോലെ തന്നെ റോസിൽ നമ്മൾ കൂടുതൽ പൂക്കൾ കിട്ടാൻ വേണ്ടിയിട്ട് കൊടുക്കാവുന്ന നല്ലൊരു വളമാണിത്. നമുക്കിതിൻ്റെ ചുവട്ടിൽ ഇത്തരത്തിൽ ഒഴിച്ചു കൊടുക്കാം. ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഒഴിച്ചു കൊടുത്താൽ റോസിൽ ധാരാളം പൂക്കൾ വരും. അതുപോലെ തന്നെ മൊത്തത്തിൽ ഇലകളുടെ പച്ചപ്പിനും ആരോഗ്യത്തിനും എല്ലാം ഈ വളം വളരെയധികം പ്രയോജനപ്പെടും. അതുപോലെ ഈ റോസൊക്കെ ഞാൻ ഡയറക്റ്റ് മഴയുള്ള സ്ഥലത്തല്ല വെച്ചിരിക്കുന്നത്. കുറച്ച് മാറ്റി മഴവെള്ളം വീഴാത്ത രീതിയിലാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ വളമൊക്കെ നമ്മൾ ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാൻ പറ്റുന്നത്. ഇനി ഇതുപോലെയുള്ള ഇൻഡോർ പ്ലാന്റുകൾ, കാക്ടസുകൾ, ഇതിനെല്ലാം നമുക്ക് ഇത്തരത്തിൽ ലിക്വിഡ് കൊടുക്കാവുന്നതാണ്. ഇപ്പം നമുക്ക് ചാണകപ്പൊടി വളരെ കുറച്ച് ലഭ്യമായിട്ടുള്ളതെങ്കിൽ നമുക്കതിൽ നിന്ന് ലിക്വിഡ് തയ്യാറാക്കി കുറച്ചേറെ പ്രാവശ്യം നമുക്ക് ചെടികളിൽ പ്രയോഗിക്കാവുന്നതാണ്. അപ്പോൾ നല്ലൊരു ഗ്രോത്ത് നമ്മുടെ ചെടികൾക്ക് കിട്ടും. ചില സെൻസിറ്റീവായിട്ടുള്ള പ്ലാന്റുകൾക്കൊക്കെ നമ്മൾ ഈ ചാണകപ്പൊടി ഡയറക്റ്റ് ഇതിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ ചീയലൊക്കെ വരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഉണങ്ങിയതായാലും പച്ചയായാലും ചിലപ്പോഴങ്ങനെ ചീയലോ അല്ലെങ്കിൽ രോഗങ്ങളോ ഒക്കെ വരാനുള്ള കാരണമാവും. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ലിക്വിഡ് തയ്യാറാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ യാതൊരു പ്രശ്നവും ഉണ്ടാകത്തില്ല. ചെടികൾക്ക് പെട്ടെന്ന് അത് വലിച്ചെടുക്കാനായിട്ട് സാധിക്കും. അതിൻ്റെ വേരുകൾക്ക് പിടിച്ചെടുക്കാവുന്ന ആ ഒരു വീര്യത്തിൽ മാത്രമുള്ള വളങ്ങളായിരിക്കും നമ്മൾ ഇതിൽ നിന്ന് തയ്യാറാക്കി കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ചെടിക്ക് വളരെയേറെ ഇഷ്ടപ്പെടും. ഇത്തരത്തിൽ നമ്മൾ തയ്യാറാക്കുന്ന ഒരു ലിക്വിഡ് 5 പ്രാവശ്യം വരെ തയ്യാറാക്കാവുന്നതാണ്. ഒരു പ്രാവശ്യം നമ്മളൊരു കുപ്പിയിൽ ഈ പൊടി ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു 4-5 പ്രാവശ്യം വരെ ചെയ്ത് കഴിഞ്ഞാലായിരിക്കും അതിലുള്ള പൂർണ്ണമായിട്ടും അതിൻ്റെ സത്ത് നമ്മൾ വെള്ളത്തിൽ ചേർത്ത് ചെടികൾക്ക് കൊടുക്കുന്നത്. അതിനുശേഷം അതിൽ പിന്നീട് സത്തൊന്നും ഇല്ലാതാവും. അതിൻ്റെ നിറം മാറുമ്പോൾ നമുക്ക് മനസ്സിലാവും. ആദ്യമൊക്കെ നല്ല കട്ടൻ ചായയുടെ കളറായിരിക്കും, പിന്നീട് അതിൻ്റെ നിറം കുറഞ്ഞ് വരും. ആ ഒരു സമയത്ത് നമുക്കത് മറ്റ് ചെടികളുടെ ചുവട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ പൊടി രൂപത്തിൽ കിട്ടുന്നത് നമുക്ക് മണ്ണിൽ ചേർത്ത് കൊടുക്കാം. അതും നല്ലൊരു വളമാണ്. അത് കൂടുതലായിട്ടും അതിനകത്ത് നാരുകളൊക്കെ ആയിരിക്കും. അത് മണ്ണിൽ കൂടുതൽ ഈർപ്പം കിട്ടുന്ന ഒരു വളമാണ്. അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് വളരെ കുറഞ്ഞ വളം കൊണ്ട് നമ്മുടെ കൂടുതൽ ചെടികൾക്ക് ലിക്വിഡ് ഫെർട്ടിലൈസർ കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു രീതിയിൽ വളം നമ്മുടെ ചെടികൾക്ക് കൊടുത്തു നോക്കണം. നമ്മുടെ ചൈനീസ് ബോൾസം, റോസ് എല്ലാ ചെടികളിലും ധാരാളം പൂക്കൾ വരും. സുരക്ഷിതമായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു വളമാണിത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നത് ഇനിയും വരുന്നുണ്ട്. അതൊക്കെ കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ.